നമസ്കാരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടൊരു ദേവതാ സങ്കല്പമാണ് അയ്യപ്പൻ്റേത്. പക്ഷെ നമുക്ക് പലപ്പോഴും അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്നാണ് നമ്മുടെ വിശ്വാസം. അതേസമയം അയ്യപ്പൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, അയ്യപ്പൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, ഇതെല്ലാം പുരാണ കഥാപാത്രങ്ങളോടും പുരാണ കാലഘട്ടത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ നമുക്കിതിനകത്തൊരു യുക്തിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത പലതും ഈ കഥയിലുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരുന്ന അയ്യപ്പൻ എന്നൊരു കഥാപാത്രവും ശബരിമല ക്ഷേത്രവുമായിട്ടുള്ള അയ്യപ്പന്റെ ബന്ധവും നാം ചരിത്രദൃഷ്ട്യ യുക്തിബോധത്തോടുകൂടി ഒരു വിലയിരുത്തേണ്ടത്, ഒരു പഠിക്കേണ്ടത് ആവശ്യമാണ്. ധർമ്മശാസ്ത്ര എന്ന സങ്കല്പം, ധർമ്മശാസ്ത്ര എന്ന് പറയേണ്ട ശാസ്ത്ര എന്നുള്ള സങ്കല്പം ഭാരതത്തിൽ, കേരളത്തിൽ പ്രാചീന കാലം മുതൽ നിലനിന്നുകൊണ്ടാണ്. പ്രാചീന കേരളത്തിൽ 3 ദേവതാ സങ്കല്പങ്ങളാണ് ആരാധിച്ചിരുന്നത്. ഒന്ന് അമ്മ കാളി, ഭദ്രകാളി. മറ്റൊന്ന് ശാസ്താവ്. പിന്നെ സർപ്പദൈവങ്ങൾ, നാഗം. ഈ 3 ദേവതകളാണ് പ്രാചീന കേരളത്തിലുണ്ടായിരുന്നത്. ശൈവ വൈഷ്ണവ സംബന്ധമായ ദേവതാ സങ്കല്പങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നു ചേർന്നതാണ്. ആരാധനയുടെ തുടക്കം കളമെഴുത്തിലൂടെയായിരുന്നു. കാവുകളിലായിരുന്നു ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചിരുന്നത്. അവിടെ പ്രത്യേക ഒരു മൂർത്തിയോ വിഗ്രഹവും ഒന്നുമല്ല. അവിടെ കാവുകളിൽ കളമെഴുതി, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് കളമെഴുതി ആ കളത്തിലാണ് ആരാധന നടത്തിയിരുന്നത്. ആ കാവുകളിലെ മരങ്ങളിലാണ് ദേവതകളെ സങ്കല്പിച്ചിരുന്നത്. അതിൽ നിന്നാണ് പിൽക്കാലത്ത് ക്ഷേത്രാരാധന ഉണ്ടായത്. ഈ 3 ദേവതകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കളമെഴുത്തും ആരാധനയും നിലനിൽക്കുന്നത് എന്നത് തന്നെ അതിൻ്റെ പ്രാചീനതയെ കാണിക്കുന്നതാണ്. കേരളത്തിലെ പ്രാചീനമായ 1450 വർഷത്തെ പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒന്നാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിന് 108 ദേവീ ദേവന്മാര് പങ്കെടുത്തിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അതെല്ലാം തന്നെ ഭഗവതിമാരും ശാസ്താക്കന്മാരുമാണ് എന്ന് പറയുമ്പോൾ പ്രാചീന കേരളത്തിൽ ഈ 2 ആരാധനയാണ് അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ ഈ തൃപ്രയാറ് ശ്രീരാമസ്വാമി അല്ലേ പ്രാധാന്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ തൃപ്രയാറ് ശ്രീരാമക്ഷേത്രം വരുന്നതിന് മുമ്പുണ്ടായിരുന്നത് ശാസ്താക്ഷേത്രമാണ്. ചരിത്രത്തിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ശാസ്താവിനെ ഉപദേവനാക്കിക്കൊണ്ടാണ് അവിടെ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ശാസ്താവും ഭദ്രകാളിയും നാഗവുമാണെന്നുള്ളതിന് തെളിവുകളാണിത്. ശബരിമലയെ പറ്റിയും പഴയ രേഖകളിൽ കാണുന്നത് ശബരിമല കാവ് എന്നാണ്. കാവും ശാസ്താവും. ശാസ്താവ് ചാത്തനാണ് ശാസ്താവായതെന്ന് പ്രബലമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ചാത്തനും കരിനീലിയുമാണ് ആദിമ ദേവതാ സങ്കല്പങ്ങൾ. അതിൽ നിന്നാണ് ശാസ്താവും ഭദ്രകാളിയും ഉണ്ടായതെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ചിലര് ശാസ്താവ് ബുദ്ധനാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ അതിന് കാര്യമായിട്ടുള്ള ശാസ്ത്രീയമായ അടിത്തറകളൊന്നും ആ വിശ്വാസത്തിന് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ സംഘകാലഘട്ടത്തിൽ തന്നെ, അതായത് BC 300 മുതൽ AD 300 വരെയുള്ള കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തന്നെ ശബരിമല ക്ഷേത്രമല്ല കാവ് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ശബരിമല കാവ് ക്ഷേത്രം, ശബരിമലയിലെ ആരാധനാ സങ്കല്പം
അത് ആദിവാസികളുടെ ആരാധനാമൂർത്തി ആയിരുന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു നിഗമനമാണ്. അവിടെ പൂജിച്ചിരുന്ന ആദിവാസികളാണ്, അവരുടെ രീതിയിലാണ് പൂജിച്ചിരുന്നത്. അതേണ്ടാണ് ഏതാണ്ട് 1936 വരെ ആ സമ്പ്രദായം നിലനിന്നിട്ടുണ്ട്. 36 വരെ ശബരിമലയിൽ ആടിനെ ബലി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ശബരിമലയിലെ ബലി, മകരവിളക്കിന് ശേഷം നടക്കുന്ന ആ മകരവിളക്ക് അടിയന്തരം എന്ന് പറയുന്ന കളമെഴുത്തും പാട്ടും കഴിഞ്ഞിട്ട് അവിടെ അവസാന ദിവസം ഒരു രഹസ്യ പൂജയുണ്ടെന്ന് പറയുന്നു. അത് ആരെയും കാണിക്കാറില്ല. ഇതൊക്കെ ശബരിമലയിലെ ഒരു പ്രാചീനമായ അവിടെ. അതുപോലെ തന്നെ അവിടെ ആരാധനയ്ക്ക് ആദിവാസികളുടെ തേലഭിഷേകം ഉണ്ടായിരുന്നു. ഇതൊക്കെ പഴയ ആദിവാസി ബന്ധത്തിൻ്റെ തെളിവുകളാണ്. അപ്പൊ ശബരിമല 2000 വർഷം കൊണ്ട് പല 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 ആരാധനാ സമ്പ്രദായങ്ങളും ദേവതാ സങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് ശബരിമല ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശബരിമലയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് AD 12-ാം നൂറ്റാണ്ടിലാണ്. AD 12-ാം നൂറ്റാണ്ടിൽ വരെ കേരളത്തിൽ ശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ചേരമാൻ പെരുമാളുടെ 2ാം പെരുമാൾ കാലഘട്ടം. അപ്പോൾ 12-ാം നൂറ്റാണ്ടോടുകൂടി 2ാം ചേരമാൻ സാമ്രാജ്യം തകർന്നു. അതോടുകൂടി ഉണ്ടായത് കേരളത്തിൽ സംഘടിതമായ ഒരു ഭരണകൂടം ഇല്ലാതായി. പിന്നെ കൊച്ചു രാജാക്കന്മാര്, അസംഘടിതരായ കൊച്ചു രാജാക്കന്മാര്. പിന്നീടാണ് തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഉണ്ടായത്. കൊച്ചു രാജാക്കന്മാര്. സംഘടിതമായ ഒരു ഭരണകൂടമില്ല. അതിൻ്റെ ഫലമെന്താണ്? നാട്ടിൽ അരാജകത്വം നടമാടും. ആ കാലത്താണ് തമിഴ്നാട്ടിൽ നിന്നും വന്ന മറവന്മാര്, ഒരു കൊള്ള സംഘമാണ്. അവര് ശബരിമല കാടുകൾക്ക് അടുത്തുള്ള കരിമലയിൽ താമസിച്ചുകൊണ്ട് കൊള്ളയും കൊലയും നടത്താൻ തുടങ്ങി. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവര് കൊള്ള നടത്തും. അതേ സമയത്താണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽക്കൊള്ളക്കാര്, പടിഞ്ഞാറുനിന്ന് വന്നിട്ടുള്ള അറബി നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള കടൽക്കൊള്ളക്കാര് കടൽക്കൊള്ള നടത്തും. അപ്പൊ കരയിലും കടലിലും നാട്ടിൽ അരാജകത്വം നിലനിന്നൊരു കാലമാണ്. ആ കാലത്ത് പന്തളം ഒരു കൊച്ചു രാജകുടുംബമാണ്. ഈ ശക്തിയൊന്നും ഈ കേരളത്തിലെ മറ്റു രാജകുടുംബങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രാജകുടുംബം. പന്തളം രാജകുടുംബവും പൂഞ്ഞാർ രാജകുടുംബവും വന്നത് പാണ്ഡ്യരാജവംശത്തിൽ നിന്നാണ്. മധുരയിൽ നിന്ന് വന്നവരാണ്. അവിടെ തിരുമല നായ്ക്കൻ്റെ ആക്രമണം കാരണം അവിടെ ആ സാമ്രാജ്യം ഛിന്നഭിന്നമായപ്പോൾ വന്ന 2 കുടുംബങ്ങളാണ്. അതിന് തെളിവ് 2ഇടത്തും ധർമ്മശാസ്താവുണ്ട്. അപ്പൊ പാണ്ഡ്യരാജാവ് കൂടി ആരാധിച്ചിരുന്നതാണ് ധർമ്മശാസ്താവിനെ എന്ന് വ്യക്തം. അപ്പൊ ഈ 2 രാജകുടുംബങ്ങളും, ധർമ്മശാസ്താവും ഉണ്ട്, മധുര മീനാക്ഷിയുണ്ട്. ഇതൊക്കെ ആ പാണ്ഡ്യരാജവംശന്റെ ബന്ധത്തിന്റെ തെളിവാണ്. അപ്പൊ കേരളത്തിൽ ഈ പന്തളത്ത് രാജകുടുംബം താമസമാക്കി. ഈ ഒരു കാലഘട്ടത്തിലാണ് അയ്യപ്പന്റെ ജനനം. അപ്പൊ കേരള ജനത ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. നാട്ടിലെങ്ങും അസ്വസ്ഥതകൾ, നാട്ടിലെങ്ങും ഇത്തരത്തിലുള്ളതായ ആക്രമണങ്ങൾ, സുരക്ഷിതത്വമില്ല. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 12-ാം നൂറ്റാണ്ട്. ആ കാലഘട്ടത്തിലാണ് അയ്യപ്പന്റെ ജനനം. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ, ശ്രദ്ധിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പന്തളം രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഈ മറവന്മാര്, അവരുടെ തലവൻ ഉദയനിൽ നിന്നത്തെ ആളാണ് ആ കൊള്ളക്കാരുടെ തലവൻ. അയാളുടെ കോട്ട കരിമലയിലാണ്. അയാളൊരു പെൺകുട്ടിയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് ശബരിമല ക്ഷേത്രം തകർത്തു കഴിഞ്ഞിരുന്നു. അരാജകവാദികൾ ശബരിമല ക്ഷേത്രം തകർത്തു. അവിടുത്തെ ശാന്തിക്കാരൻ, അത് പൂജാരി,
അധികം ഏകാന്തനായിട്ട് അവിടെ പൊന്നമ്പലം വീട്ടിൽ തപസ് ചെയ്യണം. എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതകാലത്ത് ഈ ക്ഷേത്രത്തെ വീണ്ടെടുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഈ 12 രാജകുടുംബത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ വനത്തിൽ വച്ച് അത്ഭുതകരമായിട്ട് ഈ യുവാവ് രക്ഷപ്പെടുത്തി തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു എന്നാണ് ഒരു കഥ. ഇത് 12 രാജകുടുംബത്തിലെയും പൂഞ്ഞാർ കുടുംബത്തിലെയും പഴയ ചരിത്രരേഖകളെ ആസ്പദമാക്കി കണ്ടെത്തിയിട്ടുള്ളതാണ്. അവരുടെ പുത്രനായിരുന്നു മണികണ്ഠൻ അയ്യപ്പൻ എന്നാണ് വിശ്വാസം. എന്തായാലും അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷനാണ്. ഹരിഹരസൂതനായിട്ടുള്ള അയ്യപ്പൻ എന്നുള്ളതല്ല. ഇവിടെ ജീവിച്ചിരുന്ന അയ്യപ്പൻ എന്നുള്ള ഒരു ചരിത്ര പുരുഷനിലേക്ക് വരുമ്പോൾ ഈ വാദത്തിനാണ് ന്യായം. ഈ അയ്യപ്പൻ മണികണ്ഠനെ അങ്ങനെ 12 രാജാവ് എടുത്തു വളർത്തി. കാരണം ഇവര് ഈ കാട്ടിൽ വെച്ച് കുട്ടിക്ക് നാമകരണം ചെയ്ത് കുട്ടിയെ 12 രാജാവ് നായാട്ടിന് വരുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി കുട്ടിയെ കടത്തി ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ പറഞ്ഞു, ഇതൊരു രാജവംശത്തിൽ ജനിച്ച കുട്ടിയാണ്, ഇയാൾ ആരാണെന്ന് പിന്നീട് നമുക്ക് വ്യക്തമാവും. ഇതാണ് അതിൻ്റെ ഒരു പൂർവകഥ. ഏതായാലും അയ്യപ്പൻ അവിടെ വളർന്നു. എല്ലാ വിധത്തിലുള്ള അഭ്യാസങ്ങളും, വേദശാസ്ത്രങ്ങൾ പഠിച്ചു, അസ്ത്രാഭ്യാസങ്ങൾ, വാൾപ്പയറ്റ്, കളരി, എല്ലാ അഭ്യാസങ്ങളും പഠിച്ചു. അവിടുത്തെ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചു അയ്യപ്പൻ. ആരായിരുന്നു അയ്യപ്പൻ്റെ സഹായികൾ? ഒറ്റകെടുത്ത, വലിയ കെടുത്ത, ഇതൊക്കെ അയ്യപ്പൻ്റെ സഹായികളാണ്. ഇവരൊക്കെ ആരായിരുന്നു? ഇവരൊക്കെ അവിടുത്തെ ആദിവാസി സമൂഹമായിരുന്നു, അടിസ്ഥാന വർഗമായിരുന്നു. ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ നല്ലൊരു കളരി അവിടെ രൂപീകരിച്ചു. ഇതിന് ശേഷം അയ്യപ്പൻ്റെ ലക്ഷ്യം എന്താണ്? ഈ കേരളത്തെ രക്ഷിക്കുക, ഈ അരാജകത്തിൽ നിന്ന് രക്ഷിക്കുക, ശബരിമല ക്ഷേത്രത്തെ പുനഃപ്രതിഷ്ഠ നടത്തുക, തകർന്നുപോയ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുക. ഇതൊക്കെയായിരുന്നു അയ്യപ്പൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. അയ്യപ്പൻ നല്ലൊരു കളരി പന്തളത്ത് രൂപീകരിച്ചതിന് ശേഷം അയ്യപ്പൻ കേരളമൊട്ടാകെ സഞ്ചരിച്ചതായിട്ട് കാണാം. തെക്കും വടക്കുമുള്ള എല്ലാ സ്ഥലത്തുമുള്ള കളരികളിൽ പോയി അവിടെ കളരികളെ ഏകോപിപ്പിച്ചു. തെക്ക് അമ്പലപ്പുഴ മുതൽ വടക്ക് ആലങ്ങാട് വരെ, പറവൂരിനടുത്ത്, ഇതിനടുത്ത് പെരുമ്പാവൂര്, അങ്ങനെ ആ വടക്കൻ ഭാഗങ്ങൾ, പരപ്പനാട്, ഈ ഭാഗങ്ങളൊക്കെ അയ്യപ്പൻ പോയ വഴികളാണ്. ഇവിടെയെല്ലാം സഞ്ചരിച്ച് ഇവിടെയുള്ള കൊച്ചു കൊച്ചു രാജ കുടുംബങ്ങളും അവിടെയുള്ള കളരികളെയൊക്കെ അയ്യപ്പൻ ഏകോപിപ്പിച്ചു. ആ കാലത്താണ് കടൽ കൊള്ളക്കാരനായിട്ടുള്ള വാവര്, നിരന്തരമായിട്ട് വാവരുടെ ശല്യം കേരള തീരത്തുണ്ടായിക്കൊണ്ടിരുന്നു. വാവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അയ്യപ്പൻ്റെ ആ കായിക പ്രഭാവത്തിലും മാസ്മരികമായ വ്യക്തിത്വത്തിലും ആകൃഷ്ടനായിട്ട് അയ്യപ്പൻ്റെ കൂടെ വാവരെ എന്ത് സഹായവും ചെയ്യാമെന്നുള്ള ഉറപ്പിൽ ചേർന്നു. അങ്ങനെ പോണ വഴിക്കാണ് അയ്യപ്പൻ ചേർത്തലയ്ക്കടുത്തുള്ള ചീരപ്പഞ്ചിറ തറവാട്ടിൽ ചെന്നത്. അതൊക്കെ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തലുകളുണ്ട്. ഒരു ഈഴവ കുടുംബമായിരുന്നു ചീരപ്പഞ്ചിറ. കടത്തനാട്ടിൽ നിന്ന് വന്ന കളരിയാഭ്യാസികൾ. അയ്യപ്പൻ അവിടെ കളരി അഭ്യസിക്കാൻ ചെന്നു. അവിടുത്തെ മൂപ്പന്റെ കയ്യിൽ നിന്ന് അയ്യപ്പൻ പല വിദ്യകളും പഠിച്ചു. മൂപ്പൻ ഇല്ലാത്ത സമയത്ത് ആ കളരി മൂപ്പന്റെ മകള് ലളിതാംബിക, ആ കുട്ടി അയ്യപ്പനെ പല വിദ്യകളും പഠിപ്പിച്ചു. ഇപ്പോഴും ചെറുപ്പഞ്ചിറ തറവാട്ടിലെ ആ പ്രാചീനമായ ഒരു കെട്ടിടത്തില്, ആ കളരിയില് അയ്യപ്പന്റെ കച്ചയും അയ്യപ്പന്റെ വാളും അവര് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ഉണ്ടാകാം. പിന്നീട് ഈ ചീരപ്പഞ്ചിറ കളരിയിൽ നിന്ന് പോന്നപ്പോഴാണ് അവിടുത്തെ ലളിതാംബികയ്ക്ക് അയ്യപ്പനോട് സ്നേഹം തോന്നിയെന്നും അയ്യപ്പൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതല്ല, ഞാൻ മറ്റൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്.
അത് പൂർത്തിയാക്കലാണ് എൻ്റെ ലക്ഷ്യമെന്ന് അയ്യപ്പൻ പറഞ്ഞതായിട്ടും വിശ്വസിക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും സഞ്ചരിച്ച് ഈ കളരിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അയ്യപ്പൻ പറഞ്ഞു, നമുക്ക് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ് നമുക്കിനിയുള്ളത്. തെക്കൻ ഭാഗത്തു നിന്നുള്ള ആളുകളോടൊക്കെ അയ്യപ്പൻ പറഞ്ഞു, തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും അമ്പലപ്പുഴ വരിക, വടക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ളവര് ആലങ്ങാട്, പറവൂരിനടുത്ത് ആലങ്ങാട് വരിക. ഈ സൈന്യങ്ങളെല്ലാം ആലങ്ങാടും അമ്പലപ്പുഴയും കേന്ദ്രീകരിച്ചിട്ട് അവരവിടുന്ന് യുദ്ധത്തിന് തയ്യാറായിട്ട് എരുമേലിയിൽ എത്തുക. അപ്പൊ യുദ്ധത്തിനുള്ള സാധന സാമഗ്രികളൊക്കെ ആയിട്ടാണ്, ആയുധങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എരുമേലിൽ വരിക, വടക്കുന്നും തെക്കുന്നും ഉള്ളവര്. ആ കാലത്തിനിടയ്ക്ക് അയ്യപ്പനുമായിട്ട് സന്ധി ചെയ്ത വാവരെ അയ്യപ്പൻ എരുമേലിൽ താമസിക്കാൻ, അവിടെ കച്ചവടമൊക്കെ ആയിട്ട് അവിടെ താമസിക്കാൻ ഏർപ്പെടുത്തിയിരുന്നു. അവിടെ വാവരുടെ ഒരു ചെറിയ സൈന്യം അവിടെ ഉണ്ട്. അവിടുന്ന് എല്ലാ സൈന്യങ്ങളും കൂടെ എരുമേലി വന്നു. എരുമേലിയിൽ നിന്ന് അവർ യുദ്ധത്തിന് പുറപ്പെടുവാണ്. എങ്ങോട്ട്? ഉദയനനെ കൊന്ന് ശബരിമല ക്ഷേത്രം വീണ്ടെടുത്ത് അവിടെ പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എരുമേലിയിൽ നിന്നും യുദ്ധത്തിനുള്ള യാത്രയുടെ ഒരു പ്രതീകമാണ് ഇപ്പൊ നമ്മൾ എരുമേലിൽ പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. പേട്ടതുള്ളൽ ഒരു ക്ഷേത്ര ഘോഷയാത്ര അല്ലല്ലോ, നമുക്കറിയാലോ. എന്താണ് പേട്ടതുള്ളൽ? നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങള്, അമ്പും വില്ലും കഠാരയും കുന്തവും ഈ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങളായിട്ടാണ് നമ്മൾ പേട്ടതുള്ളുന്നത്. നമ്മൾ വനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ശരീരം മുഴുവൻ വർണ്ണപ്പൊടികളൊക്കെ പൂശി കയ്യില് ചപ്പ് മരക്കൊമ്പുകളൊക്കെ പിടിച്ച് വനത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മുടെ NCCയും പട്ടാളമൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ചപ്പും ചവറുകളും മരക്കൊമ്പുകളും പിടിച്ചു പോകും, കാരണം എവിടെ തിരിച്ചറിയാതിരിക്കാൻ. അങ്ങനെ ചപ്പും ചവറും മരക്കൊമ്പുകളും ഒക്കെ ആയിട്ട് കാട്ടിൽ കഴിയാനുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് അവരവിടുന്ന് യാത്ര പോവുകയാണ്. അയ്യപ്പൻ തിന്തകത്തോം എന്ന് പാട്ട് പാടി താളാത്മകമായിട്ട് അമ്പും വില്ലും വാളും അത് മനസ്സിലാക്കണം. ഒരു ക്ഷേത്രയാത്രയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ആയുധങ്ങളായിട്ട് പോകുമോ? അപ്പൊ ക്ഷേത്രയാത്രയല്ല, അതൊരു യുദ്ധയാത്രയാണ്. ആ യുദ്ധയാത്രയ്ക്കായിട്ട് പോയി വനത്തിൽ പോയി, ഇപ്പോഴത്തെ നമ്മുടെ വഴിയിൽ കാണുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അഴുതാ നദി, അത് കടന്ന് അവിടെ ചെന്നിട്ട് ചെറിയാനവട്ടം, അതിന് മുമ്പായിട്ട് ഈ കരിമലയുടെ മുകളിലാണ് ഇയാളുടെ ആസ്ഥാനം, ഈ ഉദയനന്റെ. അവിടെ ചെന്നു. അപ്പോഴത്തേക്കും 12 രാജാവിൻ്റെ ഒരു സൈന്യവും കൂടെ മറുവഴി കൂടി വന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് അവിടുന്ന് ഉദയനെയും ഉദയനന്റെ കൂട്ടുകാരെയും ഒക്കെ അവിടെ യുദ്ധത്തിൽ, അതിലേക്ക് കടക്കുന്നില്ല, ദീർഘമായ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇവരെയൊക്കെ വധിച്ചു. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഒരു സംഘം, ഈ ചീരപ്പഞ്ചൻ എന്നൊരു സംഘം കൂടി വന്നു ചേർന്നിട്ടുണ്ട് സഹായിക്കാൻ, എല്ലാ കളരികളുടെയും കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ ലളിതാംബികയുണ്ട്. അവിടെ വച്ച് ഈ യുദ്ധത്തിൽ ലളിതാംബിക കൊല്ലപ്പെടുന്നു. അവര് പമ്പയിലെത്തി. അയ്യപ്പൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി. ഇനി നമ്മൾ എന്തിനാണ് വന്നത്? നമ്മൾ ആയുധമെടുത്തത് എന്തിനാണ്? അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ഈ നാടിനെ അധാർമികമായ ശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആയുധമെടുത്തത്. ഇനി ഇവിടെ വന്ന് അവിടെ വെച്ച് ബലിയിടുന്നു. ധാരാളം പേര് യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവർക്ക് വേണ്ടി ബലിയിട്ടു, സദ്യ നടത്തി. അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ തന്നെ ഉപദേശിക്കുന്നുണ്ട് ശബരിമലയുടെ യാത്രയുടെ തത്വങ്ങൾ. എന്തിനാണ് ശബരിമല യാത്ര? മനുഷ്യനെ ഒരു പരിപൂർണതയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്തൊക്കെയാണ് ശബരിമല വ്രതത്തിന് അനുഷ്ഠിക്കേണ്ടത്? ഇതെല്ലാം അയ്യപ്പൻ അവിടെ വെച്ച് തൻ്റെ ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നടന്ന് കല്ലിടാംകുന്നിലെത്തി, ശബരി പീഠത്തിലെത്തിയിട്ട് അവിടെ എന്താ പറയണത്? ഇവിടെ നമ്മുടെ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കുക. നമ്മൾ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയുധം കയ്യിലെടുത്തത്, ആ ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആയുധങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിക്കുക. അങ്ങനെ എല്ലാ ആയുധങ്ങളും അവിടെ ഈ ശരംകുത്തിയിൽ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ചിട്ട് ശബരിമലയിലേക്ക് പോകുന്നു.
അന്നത്തെ പ്രതിഷ്ഠ, അതിൻ്റെ യാത്രാവിധികളൊക്കെ അയ്യപ്പൻ പറഞ്ഞതായിട്ട്, ഇരുമുടിക്കെട്ട് എന്താണ്, ഇരുമുടിക്കെട്ടിൻ്റെ തത്വം എന്താണ്, കെട്ടുനിറയുടെ തത്വം എന്താണ്, 18-ാം പടിയുടെ തത്വം എന്താണ്, ശബരിമലയുടെ തത്വം എന്താണ്, ഇതെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഈ ഒരു ചെറിയ പ്രഭാഷണത്തിൽ പെടുത്താൻ സമയമില്ലാത്തതുകൊണ്ട്, പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. 18-ാം പടിയുടെ തത്വമൊക്കെ നമുക്ക് വിസ്തരിച്ച് പറയാനുണ്ട്. അങ്ങനെ അവിടെ പ്രതിഷ്ഠയ്ക്ക് ശബരിമല എത്തി. അവിടെ ആ നശിച്ചു പോയ, തകർന്നു പോയ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ അയ്യപ്പൻ നടത്തുകയാണ്. അയ്യപ്പൻ തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് അയ്യപ്പൻ അവിടെ യോഗസമാധിയായി. അയ്യപ്പൻ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നൊക്കെ കഥകളുണ്ട്. അതിനർത്ഥം എന്താണ്? അയ്യപ്പൻ അവിടെ സമാധിയായി. ഇപ്പൊ നമ്മൾ ശബരിമല ക്ഷേത്രത്തിലെ വടക്ക് വശത്ത് കാണുന്ന മാളികപ്പുറത്തിന്റെ പുറകിൽ ഒരു മണിമണ്ഡപമുണ്ട്. പലരും പറയുന്നത് എന്താണ്? മണിമണ്ഡപം ഭഗവതിയുടെ, ദേവിയുടെ ആസ്ഥാനമാണ് എന്നാണ്. പക്ഷെ മണിമണ്ഡപം അത് ഈ മകരമാസം 1-ാം തീയതിക്ക് മകരവിളക്കിന് ശേഷം തുറക്കുള്ളൂ. അതാണ് അയ്യപ്പൻ്റെ സമാധി സ്ഥലം. ഇതാണ് രാജകുടുംബവും അവിടെ പൂജ നടത്തുന്നവരുടെ ഒക്കെ വിശ്വാസം അങ്ങനെയാണ്. അവിടെ ആരാ പൂജിക്കുന്നത്? അവിടെ പൂജിക്കുന്നത് ധർമ്മശാസ്താവിൻ്റെ 5 ദിവസം 5 രീതിയിലുള്ള കളങ്ങൾ വരച്ചാണ് അവിടെ പൂജിക്കുന്നത്. അവിടെ അയ്യപ്പൻ യോഗസമാധിയായ സ്ഥലമാണ്. അവിടെയാണ് മകരവിളക്ക് നടക്കുന്നത്. ആളുകൾ പറയുന്നത് മകരവിളക്ക് എന്താണ്? ശബരിമല എഴുന്നള്ളിക്കുന്നതാണ് ആലപ്പുറത്ത്. അല്ല, ശബരിമലയായിട്ട് മകരവിളക്കിന് ഒരു ബന്ധവുമില്ല. മകരവിളക്ക് അടിയന്തരം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് മണിമണ്ഡപത്തിലാണ്. ഈ മണിമണ്ഡപത്തിൽ നിന്നാണ് എഴുന്നള്ളിച്ച് ഭഗവാന്റെ നടയിൽ, ധർമ്മശാസ്താവിൻ്റെ നടയിൽ പുറത്തു പോയി നിൽക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 5-ാം ദിവസമാണ് അത് ശരംകുത്തി വരെ പോകുന്നത്. എന്തിനാ ശരംകുത്തി വരെ പോകുന്നത്? ഇവിടെ ഭഗവാൻ യോഗസമാധിയാണ്. ആ സമാധിയിൽ നിന്ന് ഉണർന്ന് ആഘോഷങ്ങളാണ്. 5-ാം ദിവസം ഇത് കഴിയുവാണ്. അവിടുന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന മലദൈവങ്ങളെ തിരിച്ച് വിളിക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടും വാദ്യങ്ങളുമായിട്ട് പോയി ശരംകുത്തിയിലെത്തിയിട്ട് യാതൊരു വാദ്യങ്ങളും ഇല്ലാതെ നിശബ്ദരായിട്ട് മടങ്ങി വരുന്നത്. വീണ്ടും അയ്യപ്പൻ സമാധിയിൽ ആ വനത്തിൻ്റെ, നിഗൂഢമായ വനത്തിലെ നിശബ്ദമായ അവസ്ഥയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നതിൻ്റെ സൂചനയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അയ്യപ്പനും ശാസ്താവും ഒന്നാണോ? ഒന്നാണ്. അയ്യപ്പനും ശാസ്താവും രണ്ടാണോ? രണ്ടുമാണ്. ശബരിമല ക്ഷേത്രം ഈ ഒരു 2000 കൊല്ലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സംഘകാലഘട്ടം മുതൽ നിലവിലിരുന്ന ഒരു പ്രാചീന സങ്കല്പമാണ്, ഒരു പ്രാചീന ദേവതാ സങ്കല്പമാണ്. അതിൽ പല പല വിശ്വാസങ്ങളും പല പല ആചാരങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതിനുദാഹരണമാണല്ലോ 1936 മൃഗബലി നിരോധിക്കുന്നത് വരെ ശബരിമലയിൽ ആടിനെ ബലി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യാഥാസ്ഥികന്മാർ സമ്മതിക്കില്ല. പക്ഷെ അവിടെ ആ കളമെഴുത്തും പാട്ടും നടക്കണ കുറുപ്പന്മാരുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 36 വരെ മൃഗബലി നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഇരുന്ന് ഒരു പ്രാചീനമായ ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ തന്ത്രിയൊക്കെ എന്ന് വന്നു? അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. തന്ത്രിയും ഇന്ന് കാണുന്ന ആചാരങ്ങളും ഒക്കെ പിൽക്കാലത്ത് വന്നതാണ്. ശബരിമല ക്ഷേത്രം പിന്നീട് ഒരു പ്രാവശ്യം തീ പിടിച്ചു. അതുവരെ ആദിവാസികളുടെ ഭരണ സംവിധാനമായിരുന്നു. ആ തീപിടുത്തത്തിന് ശേഷമാണ് അവിടെ പുനഃപ്രതിഷ്ഠ. ഇന്ന് കാണുന്ന ക്ഷേത്രം ആ തീപിടുത്തത്തിന് ശേഷം ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് അവിടെ ഒരു തന്ത്രി വരുന്നത്. അപ്പോഴാണ് ഈ ആരാധനകൾ വരുന്നത്. അതിനു മുമ്പ് കേരളത്തിലെ പ്രാചീന ജനതയുടെ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു. ഇവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ. അതേസമയം ശാസ്താവ് സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടുത്തെ ജനതയുടെ ഒരു പുരാതനമായ ആരാധനാ സങ്കേതമാണ് ശാസ്താവ്. അപ്പൊ ശാസ്താവും അയ്യപ്പനും രണ്ടുമാണ്, ഒന്നുമാണ്. അയ്യപ്പൻ ഒരു ചരിത്ര പുരുഷൻ,
12 രാജകുടുംബത്തിൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷൻ. ഈ കേരളത്തിലെ ഒന്നിപ്പിച്ച, കേരളത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന, കൊച്ചു കൊച്ചു രാജ്യങ്ങളായി പരസ്പരം ഭിന്നിച്ചു കലഹിച്ചു കഴിഞ്ഞിരുന്ന കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച്, എല്ലാ ജാതികളെയും ഒന്നിപ്പിച്ച്, അതാണ് അയ്യപ്പൻ്റെ കൂട്ടത്തിൽ വാവരുള്ളത് പോലെ തന്നെ. നമ്മൾ നോക്കണം, അയ്യപ്പൻ്റെ താഴെ ശബരിമല ആരാണ്? അയ്യപ്പൻ്റെ താഴെ ഇരിക്കുന്നത് കൊച്ചു കടുത്തയും വലിയ കടുത്തയും കറുപ്പസ്വാമിയൊക്കെയാണ്. അവരൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. ഇപ്പൊ കേരളത്തിലെ ജനതയെ മുഴുവൻ അധാർമിക ശക്തികൾക്കെതിരായി, അരാജകത്വത്തിനെതിരായി സംഘടിപ്പിച്ച ഒരു ചരിത്ര പുരുഷനാണ് അയ്യപ്പൻ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് അയ്യപ്പൻ്റെ തത്വവും. ഒന്നിപ്പിക്കുക. നമ്മൾ ശബരിമല യാത്ര നോക്കി അറിയാം. എല്ലാ യാത്രകളും തനിച്ചു പോകുമ്പോൾ ശബരിമല യാത്ര സംഘമായി പോകുന്നു, ഒന്നിച്ചു പോകുന്നു. അവിടെ ജാതി വ്യത്യാസങ്ങളില്ല, അനാചാരങ്ങളില്ല, ഉത്തനീകത്വങ്ങളില്ല. എല്ലാ മനുഷ്യരും ഒന്ന്. അതാണ് അയ്യപ്പൻ്റെ തത്വം. അതാണ് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്ന ആ മഹാവാക്യം. അത് നീയാകുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ബോധം, ആ ചൈതന്യം, അത് മറ്റൊന്നുമല്ല, അത് നീ തന്നെയാണ് എന്നുള്ള ആശയമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് അയ്യപ്പൻ്റെ തത്വം. ഇതാണ് ശാസ്താവിൻ്റെ തത്വവും. അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ പിൽക്കാലത്ത് കേരളത്തിൽ പലതും ഉണ്ടായി കാണും. പക്ഷെ കേരളത്തിൽ പ്രാചീനമായിട്ടുണ്ടായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ശാസ്താക്ഷേത്രങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിൽ എത്രയോ ശാസ്താക്ഷേത്രങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ശാസ്താക്ഷേത്രങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. കേരളം ഒട്ടാകെ അയ്യപ്പ ക്ഷേത്രങ്ങളല്ല. ചമ്രവട്ടം ഇതെല്ലാം ശാസ്താവാണ്. ശാസ്താവാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അയ്യപ്പനല്ല. അയ്യപ്പൻ 12-ാം നൂറ്റാണ്ട്, ശാസ്താവ് 2000 കൊല്ലം മുമ്പുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയ്യപ്പനെയും ശാസ്താവിനെയും നമ്മൾ ബന്ധപ്പെടുത്തണം ഈ രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ ചരിത്ര സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം 12 രാജകുടുംബത്തിൽ മഹാവിഷ്ണുവിൻ്റെ മോഹിനി വേഷം കണ്ട് മോഹിച്ച ശിവനുണ്ടായ കുട്ടി ഈ 12-ാം നൂറ്റാണ്ടിൽ 12 രാജകുടുംബത്തിൽ വളർന്നു എന്നുള്ളതും, അത് ദേവലോകത്ത് പോയി അവിടുന്ന് മൃഗങ്ങളെ കൊണ്ടുവന്നു, അവിടുന്ന് ദേവേന്ദ്രനും പുലികളെ കൊണ്ടുവന്നു ഒക്കെ ഉള്ള കഥകളൊക്കെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന കഥകൾ മനുഷ്യനിൽ വിശ്വാസരാഹിത്യം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയ്യപ്പൻ കാട്ടിൽ പോയത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ അയ്യപ്പന് രണ്ടാമത് 12-ാം രാജാവിനൊരു കുട്ടിയുണ്ടായതും ആ കുട്ടിക്ക് അധികാരം കിട്ടാൻ വേണ്ടി അയ്യപ്പനെതിരായിട്ട് നടത്തിയ പ്രവൃത്തികളും അയ്യപ്പനെ കാട്ടിലേക്ക് അയച്ചതുമായ കഥകളൊക്കെ ഉണ്ട്. അതിലൊക്കെ സത്യമുണ്ട്. കാരണം ഇപ്പം എങ്ങനെയാണ് അയ്യപ്പൻ കാട്ടിൽ നിന്നും ഈ മൃഗങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ദേവേന്ദ്രൻ വന്നിട്ടല്ല. അയ്യപ്പൻ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഏകമായ സത്തയാണ്, ഏകമായ ബോധമാണെന്ന് അത് അനുഭവതലത്തിൽ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവജാലങ്ങളും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കും. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കറിയാമല്ലോ, ചട്ടമ്പി സ്വാമി തിരുവടികൾ പുലിയെയും പട്ടിയെയും പൂച്ചയെയും ക്രൂരന്മാരായിട്ടുള്ള നായ്ക്കളെയും പാമ്പിനെയും കടുവയെയും ഒക്കെ ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് ഒരേ ഭാവത്തിൽ കണ്ടുകൊണ്ട് അവയൊക്കെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി അനുസരിപ്പിച്ച കഥ, കടുവയെ വരെ അനുസരിപ്പിച്ച കഥ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ആ തലത്തിൽ ആത്മജ്ഞാനിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ പോയി എല്ലാ മൃഗങ്ങളെയും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കും. അത്രമാത്രമേ അയ്യപ്പൻ്റെ ഈ പുലിപ്പുറത്ത് കൊണ്ടുവന്ന കഥയെ നമ്മൾ കണക്കാക്കണ്ടു. അങ്ങനെ നമ്മൾ ചരിത്രദൃഷ്ടിയ അയ്യപ്പനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് ചരിത്രത്തിൽ പല രേഖകളും ഉണ്ട്. പക്ഷെ പല വിശ്വാസങ്ങളും വന്ന് ആ ചരിത്ര സത്യങ്ങളെ മൂടി കുറെ വിശ്വാസങ്ങൾ മാത്രമായപ്പോൾ ഇത് യുക്തിക്ക് യോജിക്കാത്ത വിശ്വാസങ്ങളാണ് എന്ന് വരുമ്പോൾ മനുഷ്യനെ തള്ളിക്കളയും. ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ്. പക്ഷെ മനസ്സിലാക്കണം, അയ്യപ്പൻ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. കേരളത്തിൻ്റെ രക്ഷകനായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ രക്ഷകൻ അയ്യപ്പൻ മാത്രമാണ്. ഈ തത്വത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചെറുതായിട്ട് മാത്രമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ മുതിർന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം.